വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ട്രെയിൻ യാത്രയ്ക്ക് തടസ്സം. എറണാകുളത്തിനും ആലുവയ്ക്കുമിടയിൽ വൈദ്യുതി തകരാർ. ട്രെയിനുകൾ മണിക്കൂറുകളായി പിടിച്ചിട്ടിരിക്കുന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. A+ നേടിയവരുടെ എണ്ണത്തിൽ വർധന. അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ അസാന്നിധ്യത്തെ വിമർശിച്ച് കെ സുധാകരൻ. ഞാൻ എന്നും ആഗ്രഹിക്കുന്നു, അസം മാത്രമല്ല എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി വേറെ ചുമതല തന്നാൽ ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് CPM. മുഖ്യമന്ത്രി പോയത് എല്ലാ അനുമതികളും വാങ്ങിയെന്ന് MV ഗോവിന്ദൻ. ഇതിനെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗം. മുഖ്യമന്ത്രി പോയത് സ്വന്തം പണം ഉപയോഗിച്ചെന്നും ഗോവിന്ദൻ. പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ. യോദ്ധ നിർണയമടക്കമുള്ള ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ KP യോഹന്നാൻ അന്തരിച്ചു. അന്ത്യം അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിൽ. പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് ചികിത്സയിലായിരുന്നു. വിടവാങ്ങിയത് ആതുര സേവന രംഗത്ത് നിറസാന്നിധ്യമായ വ്യക്തിത്വം.